ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ആൾ ഗൈസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ് കേട്ടോ. അപ്പം ഗൈസ്, അപ്പം നമ്മുടെ കുഞ്ഞേച്ചി അവിടെ വളയും മാലയൊക്കെ എടുക്കുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നത്. കണ്ടോ, ഞാനത് പറഞ്ഞു തന്ന സൗണ്ടിൻ്റെ വോളിയം കൂടിക്കൂടി വരും ഗൈസ്. എന്നെ മനഃപൂർവ്വം ഡിസ്റ്റർബ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത കുഞ്ഞാറ്റിയാണ് കേട്ടോ അത്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ വീഡിയോ എടുത്ത് കഴിയുന്നോടെ വരെ ഈ കവറിന്റെ സൗണ്ട് ഉണ്ടാവും. സാറില്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് കിടക്കട്ടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നോട്ടിഫിക്കേഷൻ എല്ലാം ഹൈ വോളിയം വെച്ചാണ് ഗൈസ് ഓൺ ചെയ്തിരിക്കുന്നത്. മനഃപൂർവ്വം എന്നെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിനെയും തട്ടി മാറ്റി ചെയ്യണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചാല്, എന്റെ കയ്യില് 3 ലാമിനേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഞാനിത് പറയാൻ വേണ്ടി നോക്കൂ ഗൈസ്. ഇത് 3 നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ലവ് ബേർഡ്സ് കരയുന്നുണ്ട് കേട്ടോ. എൻ്റെ പിക്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ LKG എടുത്ത ഫോട്ടോസ് ആണ് കേട്ടോ. ഈ ലാമിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പഴയ ഓർമ്മകൾ ഞാനിങ്ങനെ വരക്കുവാണ് ഗൈസ്. അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു എന്താ പറയുക, സ്കൂൾ ലൈഫായിരുന്നു നമ്മുടെ LKGയും UKGയും. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി കുറേ കാര്യങ്ങളുണ്ട് പറയാൻ, അത് പറയാം. അപ്പോൾ ഈ 3 പിക്ചേഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഈ 2 ഫോട്ടോസ് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഫോട്ടോയിനെ പറ്റി ഫസ്റ്റ് നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പാട്ട് പാടാൻ നിന്നപ്പം ആരുടെ കൈ കാണുന്നുണ്ടല്ലേ. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ലില്ലി മിസ്സിൻ്റെ കൈ, അത് തന്നെ ലില്ലി മിസ്സിൻ്റെ കൈയാണ് കേട്ടോ ഇത്. അപ്പം ഇത് ലളിതഗാനം ചൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ സ്കൂൾ ലെവലിൽ കുറേ കോമ്പറ്റീഷൻസ് എല്ലാം ഉണ്ടാവാറുണ്ട്, LKG UKG ആണെങ്കിലും. അങ്ങനെ സ്കൂളിൽ നിന്ന് ലളിതഗാനം, അതുപോലെ സിനിമാ പാട്ട്, അങ്ങനെയുള്ള കുറേ കാറ്റഗറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ലളിതഗാനം പാടി ആ ഒരു ടൈമിലെടുത്ത ഫോട്ടോ ആണ്. ഇതിനെനിക്ക് ഫസ്റ്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പാടിയിട്ടുണ്ടായിരുന്നത് സിനിമാ ഗാനമായിരുന്നു കേട്ടോ. അപ്പോൾ സിനിമാ ഗാനത്തിൻ്റെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പിക്ചറിൽ ഇതായിരുന്നു നമ്മുടെ യൂണിഫോം വന്നിട്ടുണ്ടായിരുന്നത്, ബ്ലൂവും അതുപോലെ വൈറ്റും. ഇപ്പോഴും ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറഞ്ഞാൽ ബത്തേരി സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. അപ്പം ഈ സ്കൂളിൻ്റെ തന്നെ ആയിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് ഇൻഫൻറ്റ് മേരീസ് നഴ്സറി സ്കൂളായിരുന്നു. പിന്നെ ഇത് എന്താക്കി, സെൻറ്റ് ജോസഫ് നഴ്സറി സ്കൂളാക്കി ഭാവിയിൽ ഞാൻ 10th ഒക്കെ എത്തിയ സമയത്ത്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇൻഫൻറ്റ് മേരി ആയിരുന്നു. പൈങ്കിളി കുഞ്ഞാറ്റിയൊക്കെ ഇതേ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം നമ്മുടെ ഇൻഫൻറ്റ് മേരി നഴ്സറി സ്കൂള് മറക്കാൻ പറ്റില്ല, അടിപൊളി സ്കൂൾ ലൈഫായിരുന്നു. എനിക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ സ്കൂളിൽ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് കൈവേദനയും വയറുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്കിലും അമ്മ എന്നെ സ്കൂളിൽ വിടുമായിരുന്നു. എൻ്റെ അടവും അമ്മയ്ക്ക് അറിയാലോ. അങ്ങനെ ഗൈസ്, അപ്പം ഇത് ലളിതഗാനം പാടിയപ്പോൾ എടുത്ത പിക്ചറാണ്. അപ്പോൾ ഈ ഫോട്ടോനെ പറ്റി എനിക്ക് ഇത്രയാണ് പറയാനുണ്ടായിരുന്നുള്ളൂ. അതെ, അഹങ്കാരം കാണിക്കാൻ പോകട്ടെ ഗൈസ്. ഞാനായിരുന്നു LKG UKGയിലെ ഫസ്റ്റ് പർപ്പസ് കുറേ സമ്മാനം കിറ്റി വാങ്ങിച്ചത്. പക്ഷെ അതൊന്നും ഇപ്പൊ അവിടെ ചോദിക്കും. അതന്നെ, എല്ലാം ചെതലിന്റെ വായിലുണ്ട് ഗൈസ്. വേഗം നോക്കി കാണാം, ചിലപ്പോ ഉണ്ടാകും ഗൈസ്. അപ്പൊ ഈ പിക്ചർ ആ പിക്ചർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പൊ ഈ ഫോട്ടോയിലെ വേഷം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ്, നാടോടി നൃത്തമാണെന്നല്ലേ. അതെ ഗൈസ്, ഇത് നാടോടി നൃത്തം കളിച്ചപ്പോൾ എടുത്തതാണ്. സ്കൂൾ ആനുവൽ ഡേക്ക്, അതായത് നമ്മുടെ LKG കഴിഞ്ഞിട്ട് സ്കൂളിൻ്റെ ആനുവൽ ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ കളിച്ചതാണ് നമ്മുടെ നാടോടി നൃത്തം. ഇതിനും ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ എല്ലാ എന്താ പറയുക ഡാൻസും പാട്ടൊക്കെ നമ്മൾ ആനുവൽ ഡേക്ക് പെർഫോം ചെയ്യാനാണ്
നമ്മുടെ ദീന റോസ് സിസ്റ്റർ പറഞ്ഞത്. അപ്പോൾ സിസ്റ്റർ ആയിരുന്നു നമ്മുടെ LKG UKG സെക്ഷൻ്റെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ, ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ സിസ്റ്ററിന് എന്നെ. ഞാൻ പിന്നെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് പിന്നെ സിസ്റ്റർ എവിടെയാണെന്നും എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പം നല്ലൊരു സിസ്റ്ററായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ എൻ്റെ ക്ലാസ് ടീച്ചറായ ലില്ലി മിസ്സിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, നല്ല ടീച്ചറായിരുന്നു കേട്ടോ. അപ്പം ഇത് ആ പിക്ചറാണ് നമ്മൾ നാടോടി നൃത്തം കളിക്കുന്നത്. അപ്പം നമ്മുടെ മമ്മയായിരുന്നു കേട്ടോ നാടോടി നൃത്തവും പാട്ടും ഡാൻസും എല്ലാം പഠിപ്പിക്കുന്നത്. എല്ലാത്തിനും പങ്കെടുപ്പിക്കും. നമുക്ക് മടിയാണെങ്കിലും നമ്മ മൈൻഡ് ചെയ്യല്ല, പോയി പങ്കെടുക്കാൻ പറയും. അപ്പം മടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മമ്മ പറയും. പഠിക്കാനും ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മുടെ മമ്മ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും പഠിക്കുന്നത് അന്ന് തന്നെ പഠിപ്പിച്ചുകൊണ്ട് പോകും. അപ്പം ഇന്ന് പഠിക്കുന്നത് ഇന്ന് നോക്കും, പിറ്റേ ദിവസമാവും വീണ്ടും അത് നോക്കും, ഇന്ന് പഠിപ്പിച്ചത് വീണ്ടും പഠിക്കും. അങ്ങനെയായിരുന്നു മമ്മ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട്സ് നമുക്ക് ഒരിക്കലും പാടാവില്ല, വളരെ ഈസി ആയിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെയായിരുന്നു എനിക്ക് സബ്ജക്റ്റുകളെല്ലാം, ഈസി ആയിരുന്നു. പകുതി ദിവസം ക്ലാസ്സിൽ പോയില്ലെങ്കിലും അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പം അയ്യോ, ആ പിക്ചർ ഇതിൻ്റെ കൂടെ ഇല്ല കേട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ ഇത് ആനുവൽ ഡേക്ക് നമ്മൾ ഡാൻസ് കളിച്ച ആ ഒരു പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഇനി അടുത്ത ഫോട്ടോ നോക്കാം. അപ്പം നമ്മൾ ആൻസർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ ആരെയും നോക്കി നിൽക്കുവാണെന്ന്. ഞാൻ വേറെ ആരെയും നോക്കിയതല്ല ഗൈസ്, അടുത്ത വരി എന്തായിരുന്നു നോക്കി നിന്നതാണ് ഗൈസ്. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ആനുവൽ ഡേക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പ്രൈസ് കിട്ടിയ പങ്കെടുക്കുന്ന എല്ലാത്തിനും തന്നെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജാട പറയല്ല, ഉള്ള കാര്യം പറയാണ് കേട്ടോ. അപ്പം അങ്ങനെ എടുത്തിട്ടുള്ള അതെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം പറയുന്നതെല്ലാം ശരിയാണ്. ആദ്യം പറയുന്നൊന്നും കേട്ടില്ലെങ്കിലും പിന്നെ പറയുന്നതെല്ലാം ശരിയാണ് കേട്ടോ. ചിലരൊക്കെ തേയില തള്ളാൻ വേണ്ടിയുള്ള ഡ്രസ് ഇവിടെ നിൽക്കണേ. അപ്പം തേയില നിങ്ങൾ ഞെട്ടിപ്പോവും ഗൈസ്, അതുകൊണ്ട് കാണണ്ടേ ഗൈസ്. അപ്പം ഈ ഒരു പിക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉടായിപ്പാണോ? അപ്പോൾ ഈ ഒരു പിക്ചർ ഇത് കറക്റ്റ് ഫോട്ടോഗ്രാഫർ അറിഞ്ഞെടുത്താണ് കേട്ടോ, കാരണം ഞാൻ മറന്നു പോകുന്നത് തന്നെ നോക്കിയിരുന്നതാണ്. കണ്ടില്ലേ എന്താ വരി എന്നുള്ളത്. ഞാൻ മമ്മേനെ ഇങ്ങനെ കണ്ണും പൊക്കി ആക്ഷൻ കാണിച്ചു. അടുത്തെന്താന്ന് പറയേ ഞാൻ. അപ്പൊ അങ്ങനെ എപ്പോഴും എന്നെ കൊല്ലാൻ നോക്കാറുണ്ട് ഗൈസ്. ഇവർക്ക് രണ്ടുപേർക്ക് എന്നോട് അസൂയാണ്ട് എന്നെ എപ്പോഴും ഇങ്ങനെ കൊല്ലാൻ. അപ്പൊ ഈ പിക്ചർ എന്ന് പറഞ്ഞാല് ഞാൻ ഏത് പാട്ടാ പാടിയത് നിങ്ങളോട് പറയാം. നമ്മുടെ നന്ദനം ഫിലിം, ഞാൻ LKG പഠിക്കുമ്പോഴാണ് നന്ദനം റിലീസാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ പാട്ട് കാർമുകിൽ വരുന്ന ചുണ്ടിൽ, സോറി കാലമഴ, ഇത് വെച്ചൊരു അടിയാണ് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളുള്ളതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ഈ സോങ് ആയിരുന്നു നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിൽ പാടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ LKG UKG ആയതുകൊണ്ട് സ്കൂളിൽ നിന്ന് നമ്മൾ പങ്കെടുത്ത് ജയിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷൻ മാത്രമേ ഉള്ളൂ, സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ഫോട്ടോ ഞാൻ ആരെയും നോക്കി അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നത്. ഗായ് സത്യം പറഞ്ഞാൽ മറന്നു പോയിട്ടുള്ള നിപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഫോട്ടോഗ്രാഫറിന്റെ കലാവിരുതാണ് നിങ്ങൾ ഈ കാണുന്നത്. കറക്റ്റ് ക്ലിക്ക് ചെയ്തു, കാരണം ഈ ഒരു മൊമെന്റ് അത് തന്നെ ഈ ഒരു മൊമെന്റ് കറക്റ്റ് ക്യാപ്ചർ ചെയ്തു. അത് ഏത് ഫോട്ടോഗ്രാഫറാന്ന് എനിക്കറിയില്ല. അപ്പം ഇതിന്റെ ബാക്കിൽ ഒരു സ്റ്റോറി ഉണ്ട്. അപ്പം ഈ ഒരു സോങ് നമ്മുടെ മമ്മ പഠിപ്പിച്ച സോങ് ആണ്. അങ്ങനെ പോയി പാടി ഫസ്റ്റ് കിട്ടി. അപ്പം ആ പാട്ടാണ് നമ്മൾ ആദ്യം പാടിയത്. അതിനുശേഷമാണ് കേട്ടോ നമുക്ക് നാടോടി നൃത്തവും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഫസ്റ്റ് കിട്ടിയ എല്ലാം നമ്മളവിടെ പെർഫോം ചെയ്യണം ആനുവൽ ഡേൻ്റെ അന്ന്. അപ്പം ആനുവൽ ഡേക്ക് അന്തം വിട്ട് കുന്തം വിഴുങ്ങി എന്നെയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. അപ്പം നമ്മുടെ ഈ കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ സെൻറ്റ് മേരീസ് കോളേജ് ബത്തേരിയിലായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ടൈം ഞാൻ സെൻറ്റ് മേരീസ് കോളേജിലേക്ക് പോകുന്നത്. ഇപ്പോഴും ഓർമ്മയുണ്ട്, കോളേജിൽ ഒരുപാട് ബോഗൻവില്ല പോലത്തെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു.
അതുപോലെ വലിയ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുമായിരുന്നു. ഏതോ ഒരു ക്ലാസ് റൂമിൽ വെച്ചിട്ടായിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ കോമ്പറ്റീഷൻ. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കോമ്പറ്റീഷൻ. നമ്മുടെ ഈ വയനാട് ജില്ലയിലുള്ള എല്ലാ LKG UKG പിള്ളേരും ഉണ്ടായിരുന്നു. നല്ല ഷോ, പട്ടി ഷോ ഉള്ള കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നല്ല കേസ് അതൊക്കെ എത്ര ഉള്ളു, നിങ്ങൾക്ക് അറിയാലോ എന്നെ പറ്റി. ഞാൻ കൂടുതൽ പാട്ടും കൂടെ കിട്ടുമ്പോ പിന്നെ പറഞ്ഞിട്ടാണ് എനിക്ക് ഫസ്റ്റ് പ്രൈസ് തന്നത് കേസ്. അപ്പൊ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മൊമെന്റ് ആയിരുന്നു കേട്ടോ. അവിടെ നിന്നിട്ട് ഭയങ്കര സന്തോഷമായി. നമ്മൾ പാടി കുറെ കഴിഞ്ഞിട്ടാണ് റിസൾട്ട് എല്ലാം വന്നത്. റിസൾട്ട് കേട്ടിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് വന്നത്. അപ്പൊ നമ്മൾ പോകുമ്പോൾ മമ്മ എനിക്ക് അവിടെ വഴിക്കുന്ന ഒരു കടയിൽ കയറിയിട്ട് ഒരു ബ്ലൂ കളർ ഉടുപ്പായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ കൃഷ്ണന്റെ സോങ്ങും, കൃഷ്ണൻ കാർമുകിൽ വർണ്ണനാണ്, അതുപോലെ തന്നെ കൃഷ്ണന് നീല കളറാണെന്ന് കുറെ കളേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ കൃഷ്ണന്. അപ്പൊ അതിൽ വരുന്ന ഒരു ബ്ലൂ കളറായിരുന്നു എന്റെ ഡ്രസ്സും. ഒരു ചേട്ടൻ ഓടി വന്നിട്ട് മുല്ലപ്പൂ വന്നില്ലായിരുന്നോ? ആ സ്വർഗത്തിന്റെ ഞാൻ കണ്ടായിരുന്നു. ആണല്ലേ? കളിയാണ് മിക്സ്. അതെ. അപ്പൊ നമ്മളെ ശരിയാ, ഓൺ ദ വേയിൽ പോകുന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ലൊരു സോങ് ആയിരുന്നു. അപരിചിതനായിരുന്നു. എന്തിനാ വന്ന് വേഗം നമ്മുടെ കയ്യിലെ മുല്ലപ്പൂ തന്നിട്ട് ഓടിപ്പോയെന്ന് അറിയത്തില്ല. ആരാന്നൊന്നും നമുക്ക് അറിയത്തുമില്ല കേട്ടോ. എന്നിട്ട് പോയി പാടി നമുക്ക് എന്തായാലും ഫസ്റ്റ് പ്രൈസ് കിട്ടി. അങ്ങനെ സ്കൂളിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ആനുവൽ ഡേക്ക് നിൽക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. അപ്പൊ ഞാൻ പാവാടയിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അയ്യോ അടുത്ത വരി എന്താണ് ഗൈസ് ഇങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷെ എനിക്ക് ടെൻഷനില്ല. നമ്മൾ ഈ കുഞ്ഞി പിള്ളേരായിരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻസ് ഉണ്ടാവില്ലല്ലോ. അതെ, എന്റെ മുഖത്ത് എനിക്ക് കാണുന്നില്ലേ എന്താടാ ഇങ്ങനെ നോക്കുന്നേന്നുള്ള ഭാവമാണ് എനിക്ക്. അപ്പോഴേക്കും നമ്മുടെ സെറീന സിസ്റ്റർ ഓടി വന്നെന്റെ ചെവിയിൽ അടുത്ത വരി നമ്മുടെ അനുപല്ലവി പറഞ്ഞു തന്നു. അപ്പൊ ഫസ്റ്റത്തെ വരി ഞാൻ പാടി. അനുപല്ലവി മുതലാണ് എനിക്ക് മറന്നുപോയത്, ഒന്നും കിട്ടുന്നില്ല. അതെ വ്ളോഗ് ഇട്ട് എന്നെ കൊളാക്കിയാണ് നമ്മുടെ വാവാറ്റതാ മറന്നുപോയി എന്ന് പറയും. അങ്ങനെ എന്താ പറയാ, സിസ്റ്റർ ഓടി വന്നിട്ട് എന്റെ ചെവിയില് അനുപല്ലവി പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ അനുപല്ലവി പിന്നെ കിട്ടിയല്ലോ. അപ്പൊ പിന്നെ ഓക്കെ ആയി ഗൈസ്, കോൺഫിഡൻസ് വീണ്ടും വന്നു. അങ്ങനെ നമ്മൾ വീണ്ടും പാട്ട് മുഴുവനും പാടി ഭയങ്കര കയ്യോടെയൊക്കെ വാങ്ങി ഇറങ്ങി. എന്നിട്ട് ഇറങ്ങിയ അവിടെ മമ്മേൻ്റെ അടുത്തേക്കാണ് പോയത്. അപ്പോഴും മമ്മ ചോദിച്ചു മറന്നു പോയായിരുന്നു അല്ലേ എന്ന്. എനിക്കത് മമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനായിപ്പോയി. നമ്മൾ സ്റ്റേജിൽ ഇങ്ങനെ മറന്നിട്ട് ഞാൻ ഒരു 2 സെക്കൻഡ് നിന്നു. അപ്പോഴാണ് സിസ്റ്ററിന് കാര്യം മനസ്സിലായത്. അങ്ങനെ ആ ഒരു ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ഒന്ന് നമ്മുടെ ടീച്ചേഴ്സായിട്ടുള്ള ലില്ലി മിസ്സിനെയാണ്. പിന്നെ നമ്മുടെ ദീനാറോ സിസ്റ്ററിനെയും സെറീന സിസ്റ്ററിനെയും ഒന്നും മറക്കാൻ പറ്റില്ല. ഒരിക്കലും മറക്കാൻ പറ്റാത്തത് നമ്മുടെ ദീനാറോ സിസ്റ്ററിനെയും ലില്ലി മിസ്സിനെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ദീനാറോ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. ഭയങ്കര ദേഷ്യക്കാരിയാണ്. അതുപോലെ തന്നെ എല്ലാവരോടും ഭയങ്കര ദേഷ്യപ്പെട്ട് മുഖത്ത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് സംസാരിക്കുള്ളൂ. പക്ഷെ എൻ്റെ ഫേവറേറ്റ് സിസ്റ്റർ ആയിരുന്നു നമ്മുടെ ദീനാറോ സിസ്റ്റർ. ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റർ ആയിരുന്നു നമ്മുടെ LKG UKGയിലെ പ്രിൻസിപ്പൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം സിസ്റ്ററിൻ്റെ ഫേവറേറ്റ് പെറ്റ് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെയായിരുന്നു ഞാൻ. അപ്പം നമ്മളെ ഭയങ്കര കാര്യമായിരുന്നു സിസ്റ്ററിന്. അതുപോലെ നമ്മുടെ ഈ ആനുവൽ ഡേൻ്റെ ലാസ്റ്റത്തെ ഒരു സെഗ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിലെ ടോപ്പറിനെ വിളിച്ച് നമ്മൾ സമ്മാനം കൊടുക്കുന്ന സെഗ്മെൻ്റാണ്. ആ ടോപ്പർ വേറെ ആരും അല്ലായിരുന്നു ഗൈസ്. എനിക്ക് സാഡാണെന്ന് വിചാരിക്കണ്ട, ഞാൻ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ സ്കൂൾ ടോപ്പർ അങ്ങനെ വിളിച്ച് ഞാൻ ഫാദറിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ ഫോട്ടോ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയോ ഇരിക്കുന്നുണ്ടെന്ന്. നമ്മുടെ ആൽബത്തിലാണ്. അതെന്തായാലും ഞാൻ നിങ്ങളെ എടുത്ത് ഉറപ്പായിട്ടും കാണിച്ചു തരും. അപ്പം അങ്ങനെ ഒരു ഡേ ആയിരുന്നു. ഈ ഫോട്ടോസ് എല്ലാം ഇത് രണ്ടും സ്പെഷ്യലായിട്ട് നമ്മുടെ ആനുവൽ ഡേക്ക് എടുത്ത ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരെണ്ണം മാത്രമാണ് നമ്മൾ ലൈറ്റ് മ്യൂസിക്കിന് എടുത്തിട്ടുണ്ടായിരുന്നത്. ലൈറ്റ് മ്യൂസിക് എന്ന് പാടിയപ്പോൾ ഞാൻ മറന്നുപോയില്ല കേട്ടോ. നമ്മുടെ ഈ സിനിമാ ഗാനം പാടിയപ്പോഴായിരുന്നു മറന്നു പോയത്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ലൈഫായിരുന്നു നമ്മുടെ LKGയും UKGയും. നല്ല സിസ്റ്ററായിരുന്നു. സിസ്റ്ററിനെ പറ്റി പറയുവാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ LKG UKG എല്ലാം കഴിഞ്ഞ് ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇൻഫൻറ്റ് മേരി വന്നിട്ട് സെൻറ്റ് ജോസഫ് നഴ്സറി സ്കൂൾ ആക്കുന്നത്.
അത് കഴിഞ്ഞപ്പോൾ പിന്നെ സിസ്റ്റർ എങ്ങോട്ട് പോയി ഒന്നും അറിയത്തില്ല. ഞാൻ ഇത്രയും വർഷങ്ങളായിട്ടും സിസ്റ്ററിനെ കണ്ടിട്ടേ ഇല്ല. എവിടെയാണോ എന്താണോ ഒന്നും അറിയത്തില്ല. കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അത്രയും നല്ലൊരു സിസ്റ്ററായിരുന്നു ദീനാറോ സിസ്റ്റർ. ഞാൻ ഇപ്പോഴും മനസ്സിൽ ആ രൂപം ഇങ്ങനെ കാണുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലില്ലി മിസ്സിനെ അതെ കേട്ടോ, നല്ലൊരു ടീച്ചറായിരുന്നു നമ്മുടെ ലില്ലി മിസ്. ലില്ലി മിസ്സിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ മമ്മയും അമ്മച്ചിയും ടീച്ചേഴ്സാണ്. അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ള ഒരു ടീച്ചറാണ് നമ്മുടെ ലില്ലി മിസ്സും. പിന്നെ സിസ്റ്റർ പിന്നെ സബ്ജക്ട്സ് ഒന്നും അങ്ങനെ എടുക്കാറില്ല. ഇടയ്ക്ക് വരും ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും. അല്ലാതെ ഓൾ ഇൻ ഓൾ നമ്മുടെ സിസ്റ്റർ ദീനാറോ സിസ്റ്റർ ആയിരുന്നു. അപ്പം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു നമ്മുടെ ലില്ലി മിസ്സും നമ്മുടെ ദീനാറോ സിസ്റ്ററും ഒക്കെ. പിന്നെ ഇടയ്ക്കായിരുന്നു നമ്മുടെ സെറീന സിസ്റ്റർ ഉണ്ടായിരുന്നത്. സെറീന സിസ്റ്റർ അധികവും നമ്മുടെ ഈ പാട്ടൊക്കെ പാടുമ്പം എന്തൊക്കെയൊക്കെ കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് നമ്മളെ വിളിച്ചിരുത്തി മടിയിലൊക്കെ ഇരുത്തിയിട്ടാണ് കേട്ടോ പഠിപ്പിച്ചു തരാറുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു നമ്മുടെ സെറീന സിസ്റ്ററും. അപ്പോൾ ഇവർ 3 പേര് LKG UKG എനിക്ക് മറക്കാനേ പറ്റില്ല. ദീനാറോ സിസ്റ്റർ ഇപ്പോൾ കേൾക്കണ്ട. ദീനാറോ സിസ്റ്ററിനെ കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുപോലെ നമ്മുടെ ലില്ലി മിസ് ഞാൻ പിന്നെ ഒരു 10th വരെ പഠിക്കുമ്പോൾ ഒക്കെ പിന്നെ അവിടെ ഉണ്ട്. ഞാൻ പോകുമ്പം കാണുവാണെങ്കിൽ ഉറപ്പായും മിസ്സിനോട് മിണ്ടാറുണ്ടായിരുന്നു. നമ്മുടെ ദീനാറോ സിസ്റ്റർ തന്നെയാണ്. പിന്നെ ആ വഴിക്കേ കണ്ടിട്ടില്ല. എവിടെയാണോ എന്താണോ ഒന്നും അറിയത്തില്ല. അപ്പം അങ്ങനത്തെ ടീച്ചേഴ്സ് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നന്നാകും. നമ്മുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആയിരിക്കും. പക്ഷേ ഒരു ടീച്ചറിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടർ ഒരു കുട്ടീൻ്റെ അടുത്ത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് അഫക്റ്റ് ചെയ്യുവാണെങ്കിൽ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് പോകും. കാരണം നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നല്ലൊരു സ്റ്റുഡൻറ്റിനെ വാർത്തെടുക്കാൻ ശരിക്കും പറ്റുന്നത് നമ്മുടെ ടീച്ചേഴ്സിനാണ്. ഒന്ന് പിന്നെ നമ്മുടെ വീട്ടുകാർക്കും. അപ്പം സ്കൂളെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ മാത്രമല്ല, ഒരു നല്ലൊരു വ്യക്തി ആവാനും കൂടെ പഠിക്കാൻ പറ്റുന്നത് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ആണ്. പക്ഷേ ഞാനങ്ങനെ കണ്ടിട്ടുള്ളത് നമ്മുടെ ദീനാറോ സിസ്റ്ററിനെയാണ് കേട്ടോ. അപ്പം നമ്മൾ കറക്റ്റ് ആവണം, നമ്മൾ എന്താവണം. അതുപോലെ നമ്മുടെ ലില്ലി മിസ് ആണെങ്കിലും അതെ, പഠിപ്പിക്കുന്ന കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. പിന്നെ മമ്മയും അമ്മച്ചി ഇവരാണ് മെയിനായിട്ടും. അപ്പം നല്ലൊരു വ്യക്തിയാവാൻ നമ്മൾ ശരിക്കും പഠിക്കുന്നത് ഒന്ന് നമ്മുടെ വീട്ടിൽ നിന്നും ഒന്ന് നമ്മുടെ സ്കൂളിൽ നിന്നുമാണ്. സ്കൂൾ ലൈഫ് കോളായി കഴിഞ്ഞാൽ മൊത്തത്തിൽ പോവും ഗൈസ്. അപ്പം അതൊക്കെ നമുക്ക് ഓൺ ദ വേയിൽ ഇങ്ങനെ പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. അപ്പോൾ ഇന്ന് ഈ 3 ഫോട്ടോനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗൈസ്. നിങ്ങൾ എന്ത് പറയുന്നു ഗൈസ്? അയ്യോ രക്ഷയില്ല എന്റെ ദൈവമേ. എന്താണ് അടിപൊളിയാണ് ഗൈസ്. അപ്പം അങ്ങനെയായിരുന്നു നമ്മുടെ സ്കൂൾ ലൈഫ് എല്ലാം പോയിക്കൊണ്ടിരുന്നത്. LKG UKG കേട്ടോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഓരോന്നായിട്ട് നമുക്ക് പറയാം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കുറേ കളക്ഷൻസ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ.